ഇവിടെ മത്സ്യബന്ധന തൊഴിലാളികളാണ് കൂടുതലും ഭൂരിപക്ഷം ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ വിശ്വാസം എന്നുള്ളത് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതായത് ട്രോളിങ്ങിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ലഭിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കൊടികയറ്റത്തിന് മുന്നേ 10 മണിക്കാണ് തോന്നുന്നു ഇവിടെ കടൽ വെഞ്ചരിപ്പ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാ വർഷവും നടന്നു വരുന്നതാണ്, അതൊക്കെ എങ്ങനെയാണ്? പള്ളിപ്പുറം പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ. ഇതിക്ക് മുമ്പ് പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ മറ്റ് 5 ദേവാലയവും കൂടി ഒരുമിച്ചുള്ളതായിരുന്നു. മുനമ്പം, അതോടെ ചെറുവൈപ്പ്, പിന്നെ കടപ്പുറം, കുഞ്ഞിത്തൈ തുടങ്ങിയ മറ്റ് ദേവാലയങ്ങളും ഒരുമിച്ചുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പള്ളിപ്പുറം എന്ന് പറയുമ്പോൾ ഈ പ്രദേശം മുഴുവനും അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും തന്നെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് മത്സ്യബന്ധന മേഖലയാണ്. അപ്പോൾ മത്സ്യബന്ധനം അവരുടെ ജീവിതമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഒരു മാതാവിനോടുള്ള ഭക്തിയും ആദരവുമുള്ള ഈ വ്യക്തികൾ മാതാവിൻ്റെ ആശ്രയം തേടി തന്നെയാണ് കടലിലേക്ക് പോവുക. നമ്മൾ സാധാരണ പറയുന്നത് കടലിലേക്ക് പോകുന്ന വ്യക്തികൾക്ക് വിശ്വാസം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൻ്റെ ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അവർ നേരിട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ മാതൃഭക്തി അവരുടെ സവിശേഷതയാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ പോവുക. ഇത് ട്രോളിങ് കഴിഞ്ഞ് പോകുന്ന സമയം മാത്രമല്ല, വർഷത്തിൽ എപ്പോഴും ഇവിടെ എപ്പോഴൊക്കെയാണ് അവർ കടലിലേക്ക് പോകുന്നത്, കടലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ബോട്ട് അടുപ്പിക്കാനുള്ളൊരു കടവുണ്ട്. അവിടെ ബോട്ട് വരും, പിന്നെ അച്ഛന്മാർ ആ ബോട്ടിലേക്ക് കയറിയിട്ട്, മത്സ്യബന്ധന ബോട്ടിലേക്ക് കയറിയിട്ട് അത് വെഞ്ചരിക്കും. ഏറ്റവും സവിശേഷമായിട്ട് ട്രോളിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, ഈ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ നിരന്ന് കിടക്കും ഇവിടേക്ക്. ഈ തീരം തുടങ്ങി അപ്പുറത്ത് കുഞ്ഞിസൈഡ് തീരം വരെ ഇങ്ങനെ നിരന്നിങ്ങനെ ബോട്ട് കിടക്കും. ഇങ്ങനെ അച്ഛന്മാർ അതിലേക്ക് കയറി വെഞ്ചരിച്ച് അവർ ആശീർവദിച്ചാണ് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു വിശ്വാസമാണ്. പിന്നെ പല സാക്ഷ്യങ്ങളും നമുക്കിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാണാൻ സാധിക്കും. എങ്ങനെയാണ് മാതാവ് അവരെ പല ഘട്ടങ്ങളിലും കടലിൽ വെച്ച് സംരക്ഷിച്ചിട്ടുള്ള പല ഇങ്ങനെ അത്ഭുത പ്രവൃത്തികളും ഇവിടെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതമായിട്ട് ഒത്തിരിയും ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബോട്ട് വെഞ്ചരിപ്പ് ഇവിടുത്തെ ഒരു സവിശേഷതയാണ്. മഞ്ഞുമാത പള്ളിക്ക് മുമ്പിലായി ഒരു കപ്പേളയുണ്ട്. ആ കപ്പേളയ്ക്ക് മുന്നിലായി നിരവധി ബോട്ടുകളാണ് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പെരുന്നാളിന്റെ അല്ലെങ്കിൽ തിരുനാളിന്റെ ഭാഗമായിട്ട് 30-ാം തീയതി കടൽ വെഞ്ചരിപ്പും അതുപോലെ തന്നെ എല്ലാ ബോട്ടുകളും ഇവിടെ വന്ന് സമീപിച്ച് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വെഞ്ചരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊന്നും നമുക്ക് കണ്ടാലോ? വെഞ്ചരിപ്പിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അങ്കിളുണ്ട്, അങ്കിളിനോട് ചോദിക്കാൻ പോവാണ്. അതായത് അങ്കിളെ, ഈ വിശ്വാസം ഇതിനോട് ഒരു ഐതിഹ്യം ഒക്കെ ഉണ്ടാവുമല്ലോ, എന്താണ്? അതായത് 1507 ഇവിടെ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ ഇവിടെ ഉണ്ടായ ഏറ്റവും വിശ്വാസസത്യമായ ഒരു കാര്യം 1974 അവർ ലേഡിയോസ്നോ എന്നൊരു ബോട്ട് 5 ജോലിക്കാരുമായിട്ട്, അന്ന് ചെറിയ ബോട്ടുകളാണ്, 5 ജോലിക്കാരുമായിട്ട് പോയി. കൊല്ലത്തു നിന്നാണ് അവർ പോയത്. പോയി കഴിഞ്ഞിട്ട് ഇവരുടെ എഞ്ചിൻ കംപ്ലൈൻ്റായി കിടന്ന് അവർ ഒരു ദിവസത്തേക്കാണ് ഭക്ഷണം കൊണ്ടുപോണത്. അങ്ങനെ ദിവസങ്ങളോളം ബോട്ട് എഞ്ചിൻ ട്രബിളായി ഒഴുകി നടന്ന സമയത്ത് മറ്റു ബോട്ടുകളൊന്നും സഹായത്തിനില്ലായിരുന്നു. ഒടുവിൽ ഇവര് ഭക്ഷണം തീർന്ന് അവശതയായി കിടന്ന് എല്ലാവരും കൂടി മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു മീൻ ചാടി, പച്ചമീൻ ഇതിൽ ചാടി വീഴുകയും അതവരെ മുറിച്ച് ഭക്ഷിക്കുകയും വിശപ്പെടുക്കുകയും, മഴ വന്നപ്പോൾ അവരുടെ മുണ്ട് തന്നെ പിടിച്ച് വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്ത സംഭവം ഉണ്ടായിരുന്നു.
അത് സത്യമാണ്. ആ ബോട്ട് 19ാമത്തെ ദിവസം പാമ്പൻ കടൽ തീരത്തടിഞ്ഞ് തമിഴ്നാട്ടില്ല. ആ പാമ്പൻ കടൽ തീരത്തടിഞ്ഞ് അവിടെ പെട്ടെന്ന് തമിഴ്നാട്ടിലെ മന്ത്രിമാരടക്കം ചെന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുകയും അവിടെ നിന്ന് അത് കഴിഞ്ഞ് അവർ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചിട്ട് ആദ്യം അവർ മഞ്ഞുമാതാവിൻ്റെ നടയിൽ വന്ന് നന്ദി പറയുകയാണ് ചെയ്തത്. ആ 5 പേരിൽ ഒരാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അത് വലിയൊരു വിശ്വാസ സത്യമാണ്. ഫ്രാൻസിസ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 1974 നടന്ന ഒരു സംഭവമാണ്. ഇന്ന് രാവിലെ ഭയങ്കരമായ കാറ്റും മഴയുമായിരുന്നു. എന്നാൽ നമ്മളുടെ പള്ളിയിലെ പരിപാടികൾ, കടൽ വെഞ്ചിരിപ്പ് മുതലുള്ള പരിപാടികൾ തുടങ്ങിയപ്പോഴേക്കും കാറ്റും മഴയും എല്ലാം ശമിച്ച് നമ്മളിപ്പോൾ നല്ല കാലാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പണ്ട് കാലത്ത് ഇവിടെ ജലഘോഷയാത്ര ഉണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ബോട്ടുകളടക്കം അലങ്കരിച്ച് ഈ കടൽ വരെയും ജലഘോഷയാത്രയ്ക്ക് വരുമായിരുന്നു. പക്ഷെ അത് ഒരു കാലഘട്ടത്തിൽ ആയിട്ടിപ്പോൾ ഒരു 5ഓളം കൊല്ലമായിട്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ പ്രധാന കാരണം ഒരിക്കലും ഒരു ബോട്ടിൽ ചെറിയൊരു അപകടം ഉണ്ടാവുകയും പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ ബോട്ടുകൾ വലിയ ബോട്ടുകളാണ്. പണ്ടൊക്കെ ചെറിയ ബോട്ടുകളായിരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ അലങ്കരിച്ച് പോകാൻ. ഇപ്പം നിങ്ങൾക്കറിയാം ഈ ബോട്ട് തന്നെ ഇവിടെ ഓടിച്ചു പോകണത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയ ബോട്ടുകളായതിൻ്റെ പേരിൽ ജലഘോഷയാത്ര മാറ്റിയിരിക്കുകയാണ്. ഈ കടൽ വെഞ്ചിരിപ്പ് പണ്ട് മുതലേ ഉള്ളതാണ്. അത് എല്ലാ കൊല്ലവും രാവിലെ 10 മണിക്ക് നടത്തും. അത് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അത് ചെയ്യണത്. അതിലൂടെ മാതാവിൻ്റെ അനുഗ്രഹം കടൽ മക്കൾക്ക് കിട്ടും എന്നും മീൻപിടുത്തക്കാർക്കെല്ലാം അതിലൂടെ വലിയ നേട്ടങ്ങൾ കിട്ടും, വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിശ്വാസം.